എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 6. മേൽമുറി GLP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ഒരു ചെറിയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. 100ഓളം പേരുണ്ട്. കുരുന്നുകൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവരും വലിയ ആവേശത്തിലാണ്. രാവിലെ 9:30 സ്കൂളിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ബസ്സിനുള്ളിൽ പാട്ടും മേളവുമായി കുട്ടികൾ ശരിക്കും ആഘോഷത്തിലാണ്. ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനം ചരിത്രപ്രസിദ്ധമായ തിരുനാവായയാണ്. തിരുനാവായയിൽ ഞങ്ങൾ ആദ്യമെത്തിയത് ചരിത്രമുറങ്ങുന്ന ചങ്ങമ്പള്ളി കളരിയിലാണ്. കേരളത്തിൻ്റെ ആയോധന കലയായ കളരിപ്പയറ്റിൻ്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നാണിത്. മാമാങ്കം നടന്നിരുന്ന കാലത്ത് സാമൂതിരിയുടെ പടത്തലവന്മാരായിരുന്ന ചങ്ങമ്പള്ളി പണിക്കന്മാരുടെ ഈ കളരിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തെ ആ സ്മാരകത്തിൻ്റെ ശാന്തതയും കുളിർമയും ആസ്വദിച്ച് കുറച്ചുനേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ചങ്ങമ്പള്ളി കളരി കണ്ടതിനു ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള മരുന്നറയിലേക്കാണ് നീങ്ങിയത്. പേരുപോലെ തന്നെ ഇത് വെറുമൊരു കെട്ടിടമല്ല. പഴയ കാലത്തെ യുദ്ധ സാമഗ്രികളും വെടിമരുന്നും സൂക്ഷിച്ചിരുന്ന അതിസുരക്ഷിതമായ ഒരു അറയാണിത്. മാമാങ്കം പോലുള്ള മഹാമഹങ്ങൾ നടന്ന കാലത്ത് ചങ്ങമ്പള്ളി പണിക്കന്മാർ തങ്ങളുടെ ആയുധ ശേഖരവും വെടിമരുന്നും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന നിർമ്മിതിയാണിത്. വെടിമരുന്നിന് തീ പിടിക്കാതെയും ശത്രുക്കൾക്ക് തകർക്കാൻ കഴിയാതെയും നിർമ്മിച്ച ഈ അറ നമ്മുടെ പൂർവികരുടെ വാസ്തുവിദ്യാ നൈപുണ്യത്തിന് തെളിവാണ്. തിരുനാവായയിലെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ഞങ്ങൾ പിന്നീടെത്തിയത് മലയാളത്തിൻ്റെ അക്ഷരമുറ്റത്തേക്കാണ്. തിരൂർ തുഞ്ചൻ പറമ്പ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചു വളർന്ന, തപസ് ചെയ്ത ഈ മണ്ണ് ഓരോ മലയാളിക്കും ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. ഇവിടെയുള്ള സരസ്വതീ മണ്ഡപവും എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന യോഗീശ്വരൻ കാവും ആ പഴയ കടുക്കമരവുമെല്ലാം വലിയൊരു പാരമ്പര്യത്തിൻ്റെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നു.
അക്ഷരമുറ്റത്ത് നിന്ന് ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ തിരൂരിലെ മനോഹരമായ നൂർ ലേക്കിലേക്ക് എത്തിയത്. പ്രകൃതിയും മനുഷ്യനും കൈകോർത്ത ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ തടാകം നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം എല്ലാവരും ചേർന്ന് തടാകക്കരയിലെ ആ തണലിലിരുന്ന് കഴിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒരു വലിയ കുടുംബമായി മാറി ഭക്ഷണം പങ്കുവെച്ച് കഴിച്ച ആ നിമിഷങ്ങൾ യാത്രയുടെ മനോഹരമായ ഓർമ്മകളിലൊന്നാണ്. ഭക്ഷണത്തിന് ശേഷം ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം നൂർ ലേക്കിലെ വിനോദങ്ങളിലേക്കിറങ്ങി. കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വിവിധ കളിയുപകരണങ്ങൾ അവിടെയുണ്ടായിരുന്നു. പാർക്കിലെ ഊഞ്ഞാലാട്ടവും മറ്റുമായി അവർ ശരിക്കും ആഘോഷിച്ചു. മുതിർന്നവർ തടാകത്തിനു ചുറ്റുമുള്ള നടപ്പാതയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഫോട്ടോകളെടുത്തും സമയം ചിലവഴിച്ചു. നൂർ ലേക്കിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് കൃത്യം 3:30 മണിയോടെ ഞങ്ങൾ പടിഞ്ഞാറേക്കര ബീച്ചിലെത്തി. അവിടെ ഞങ്ങളെ കാത്ത് നിള ബോട്ട് സർവീസ് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ഒരു വലിയ കുടുംബമായി ഞങ്ങൾ ആ ബോട്ടിലേക്ക് കയറി. അറബിക്കടലും ഭാരതപ്പുഴയും കൈകോർക്കുന്ന ആ മനോഹരമായ അഴിമുഖം വഴി
ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇളം കാറ്റും തെളിഞ്ഞ ആകാശവും യാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ യാത്രയിൽ ഞങ്ങൾ കർമ്മ റോഡ് വരെ പോയി. വെള്ളത്തിന് നടുവിലൂടെയുള്ള ആ യാത്ര കുരുന്നുകർക്ക് വലിയൊരു വിസ്മയമായിരുന്നു. പക്ഷേ യാത്രയുടെ യഥാർത്ഥ ആവേശം ബോട്ടിലുയർന്ന സംഗീതത്തിനൊപ്പമായിരുന്നു. പാട്ടുകൾ മുഴങ്ങിയതോടെ ബോട്ടിലെ തറ ഒരു ഡാൻസ് ഫ്ലോറായി മാറി. കുട്ടിപ്പട്ടാളം മാത്രമല്ല, അധ്യാപകരും രക്ഷിതാക്കളും ആവേശത്തോടെ നൃത്തം ചവിട്ടി. ജീവിതത്തിലെ തിരക്കുകളെല്ലാം മറന്ന് എല്ലാവരും ഒന്നായി ആടിപ്പാടിയ ആ നിമിഷങ്ങൾ, അത് ശരിക്കും പറഞ്ഞറിയിക്കാനാവാത്ത ഒന്നായിരുന്നു. കളിച്ചിരികളും പാട്ടുമായി നിളാബോട്ട് പുഴയുടെ ഓളപ്പരപ്പിലൂടെ നീങ്ങിയപ്പോൾ സമയം പോയത് ആരും അറിഞ്ഞില്ല. അഴിമുഖത്തെ ആ മനോഹരമായ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലെ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് മറ്റൊരു ചെറിയ സ്റ്റോപ്പ് കൂടിയുണ്ടായിരുന്നു. പടിഞ്ഞാറേക്കരയിലെ കൊച്ചു ചിൽഡ്രൻസ് പാർക്ക്. കടലിൻ്റെ ഇരമ്പൽ കേട്ടുതുടങ്ങുന്ന ആ ദൂരത്ത് വർണ്ണാഭമായ ഊഞ്ഞാലുകളും സ്ലൈഡുകളും കണ്ടപ്പോൾ കുട്ടിപ്പട്ടാളത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ. പാർക്കിൽ നിന്ന് ഞങ്ങൾ നേരെ ഓടിയത് പടിഞ്ഞാറേക്കരയുടെ വിശാലമായ മണൽപ്പരപ്പിലേക്കായിരുന്നു. അറബിക്കടലിൻ്റെ നീലത്തിരമാലകൾ ഞങ്ങളെ മാടി വിളിക്കുകയായിരുന്നു. പിന്നീട് കണ്ടത് സന്തോഷത്തിൻ്റെ അണപൊട്ടിയ കാഴ്ചകളാണ്. അലയടിച്ചു വരുന്ന തിരമാലകൾക്കൊപ്പം ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം ആർത്തുല്ലസിച്ചു. നനഞ്ഞ മണലിൽ ഓടിക്കളിച്ചു. തിരകൾ കാലിൽ തൊടുമ്പോൾ പൊട്ടിച്ചിരിച്ച് അവർ ആ സായാഹ്നം ആഘോഷമാക്കി.
ചില കുട്ടികൾ മണലിൽ ആഴത്തിൽ കുഴികൾ കുഴിച്ച് അതിൽ കടൽ വെള്ളം നിറക്കുന്ന തിരക്കിലായിരുന്നു. മറ്റു ചിലർ വലിയ താൽപ്പര്യത്തോടെ മണൽ കൊട്ടാരങ്ങളും പിരമിഡുകളും പണിതുയർത്തി. സൂര്യൻ പതുക്കെ ചക്രവാളത്തിലേക്ക് താഴ്ന്നു തുടങ്ങി. ആകാശം ചുവപ്പും ഓറഞ്ചും കലർന്ന വർണ്ണങ്ങളാൽ സുന്ദരമായി. ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ പതുക്കെ കരയിലേക്ക് മടങ്ങി. പടിഞ്ഞാറേക്കരയോട് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് തിരൂർ നഗരമധ്യത്തിലുള്ള മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇരുട്ടിന് കനം വെച്ച് തുടങ്ങിയ ആ നേരത്ത് പാർക്ക് മുഴുവൻ വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമായിരുന്നു. ഞങ്ങളെ കാത്തിരുന്ന യഥാർത്ഥ വിസ്മയം മറ്റൊന്നായിരുന്നു. മ്യൂസിക്കൽ ഫൗണ്ടൻ. സംഗീതത്തിൻ്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ജലധാരകൾ. വർണ്ണാഭമായ ലൈറ്റുകളുടെ അകമ്പടിയോടെ വെള്ളം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ കുട്ടികൾ അത്ഭുതത്തോടെ കൈയടിച്ചു. മടക്കയാത്ര ആരംഭിച്ചു. ബസ്സിനുള്ളിൽ പാട്ടും വിശേഷങ്ങളുമായി ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ കാഴ്ച കണ്ടത്. വഴിയോരത്ത് ഒരു പൂരക്കാഴ്ച. ഞങ്ങൾ നേരെ എത്തിയത് പുത്തനത്താണിയിലെ സംസം ധാബയിലേക്കാണ്. രാത്രിയിലെ ആ തണുപ്പിൽ ധാബയിലെ ഗംഭീരമായ അത്താഴം ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചൂടുള്ള ഭക്ഷണവും ധാബയിലെ ആ പ്രത്യേക അന്തരീക്ഷവും എല്ലാവർക്കും വലിയൊരു ഉന്മേഷം നൽകി. മടുപ്പില്ലാത്ത ചിരിയോടെ യാത്രയിലെ തമാശകൾ പങ്കുവെച്ച് എല്ലാവരും ഒപ്പമിരുന്ന് ആ അത്താഴം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക്. സമയം രാത്രി 10:30 ഓരോരുത്തരായി രക്ഷിതാക്കളുടെ കൈപിടിച്ച് ബസ്സിറങ്ങുകയാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം ഇന്ന് അവർ കണ്ട ലോകം, അക്ഷരമുറ്റത്തെ ആ മണൽത്തരികൾ, പുഴയോരത്തെ കാറ്റ്, ഇതൊക്കെയാകാം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ.